മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കോണ്ടാക്റ്റ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഒന്നാമത്തെ ഈ ക്ലൗഡ് സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോയിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളെയും ജസ്റ്റ് ടച്ച് ചെയ്ത് മാത്രം പോയിട്ടുള്ളൂ. ഇത് ഓരോ ഭാഗങ്ങളെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വാട്സപ്പ് എന്നുള്ളതിൽ വന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിലേറ്റവും എൻഡിലായി നമ്മൾ കാണുന്ന കോണ്ടാക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. കോണ്ടാക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളുടെ പേരുകളും അതിൽ എത്ര കോണ്ടാക്റ്റുകളുണ്ട്, അതിൽ വാലിഡ് ആയിട്ടുള്ള നമ്പർ എത്രയുണ്ട്, അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള നമ്പർ എത്രയുണ്ട്, അതുപോലെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതൊക്കെ കാണും. അവിടെ നിലവിൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊക്കെ, അത് ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ടൊക്കെയാണോ എന്നുള്ളതൊക്കെ നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ളതുണ്ട്. നമ്മളിത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഈ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ ടെസ്റ്റിംഗ് എന്നുള്ളത് കാണുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. ചെറിയൊരു ലോഡിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൻ്റെ പേര് ഏറ്റവും ടോപ്പിലായിട്ട് കാണും. ഇനി നമുക്കിവിടെ ഒരു ഗ്രീൻ കളറിൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് എന്നുള്ളത് നിലവിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ കോണ്ടാക്റ്റുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്റ്റുകളെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ 100 നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ 100 നമ്പേഴ്സിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ നമുക്ക് ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യെല്ലോ കളറിൽ കാണുന്ന ഓപ്ഷൻ ഉള്ളത്. അതിലാണ് നമുക്ക് ഗ്രൂപ്പിലേക്ക് കോണ്ടാക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കുക. നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, ബാക്ക് ബട്ടൺ ഉണ്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ CSV ഫോർമാറ്റിലുള്ള ഫയലിൽ നമ്പേഴ്സുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കോളത്തിൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ ഫോൺ നമ്പർ, മൂന്നാമത്തെ കോളത്തിൽ പേര്, ആ രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത് അങ്ങനെ ഇല്ല എങ്കിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ടെംപ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ടിക്ക് ഇട്ടാൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തായിട്ട് വരും, അത് ഓപ്പണായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ എവിടെയാണ് നമ്പർ കൊടുക്കേണ്ടത്, ഇതിൽ നമ്പർ പറയുന്നിടത്ത് തന്നെ നമ്പർ കൊടുക്കണം. അതിനുശേഷം നെയിം, അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ വേരിയബിളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വേരിയബിളുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓരോ വേരിയബിളിലേക്കും. ഇപ്പോൾ ഓരോ കസ്റ്റമർക്ക് ചിലപ്പോൾ നമ്മൾ അവരുടെ ബിൽ നമ്പർ, അവരുടെ ബിൽ ഡേറ്റ്, ഇൻവോയ്സ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ബില്ല് ഡീറ്റെയിൽസുകളൊക്കെ സെൻഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഡാറ്റകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ്ഡ് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്പറുകളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഒരു എത്രയാണ് 1000 നമ്പർ ഉണ്ടെങ്കിൽ 1000 നമ്പറുകൾ നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് ഇതിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കിതിൽ ഒരേ സമയം തന്നെ ഏകദേശം 100 അക്കൗണ്ടുകൾ വരെ ഒരേ സമയത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വിടുന്ന ഒരു മെസ്സേജ് അത് എത്ര ആളുകളിലേക്ക് പോകണം എന്നുള്ളത് നേരത്തെ നമ്മൾ തീരുമാനിച്ച് വെക്കണം. ഈ സോഫ്റ്റ്വെയറിൽ നമുക്കറിയാമല്ലോ, കോണ്ടാക്റ്റ് ഗ്രൂപ്പുകളിലേക്കാണ് മെസ്സേജ് വിടുന്നത്. നമ്മൾ 10 ആൾ കോണ്ടാക്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 10 ആളുകൾക്കാണ് മെസ്സേജ് വിടുക. 100 ആണെങ്കിൽ 100 ആളുകൾക്ക് മെസ്സേജ് വിടും. 500 ആണെങ്കിൽ 500 ആളുകൾക്കാണ് മെസ്സേജ് വിടുക. അതിൽ പിന്നീട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര എണ്ണം വെച്ചിട്ടുള്ള, എത്ര കോണ്ടാക്റ്റ് ഉള്ള ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ നമ്മൾ തീരുമാനിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള എക്സൽ ഫയലുള്ള നമ്പറുകൾ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നമ്മൾ നമ്പറുകൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവിടെ വൈഫോം എന്നുള്ള ഭാഗത്ത് വന്ന് നമുക്ക് ആ നമ്പറുകൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ദെൻ അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ ആ നമ്പറുകളൊക്കെ ഇവിടെ ഇമ്പോർട്ട് ആവും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൺട്രി കോഡ് നിർബന്ധമായിട്ട് കൊടുക്കണം. ഓക്കെ. ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ ആ കൺട്രി കോഡ് നിർബന്ധമായിട്ടും നമ്പറിലൂടെ ആഡ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് സെൻഡ് ചെയ്തായിട്ട് കാണിക്കും, പക്ഷെ നമുക്ക് എന്താവില്ല, അതിൻ്റെ റിപ്പോർട്ടിലൊന്നും മെസ്സേജ് നമുക്ക് പോയതായിട്ട് നമ്മുടെ വാട്സപ്പിലും കാണില്ല,
അവർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ ടിക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ കൺട്രി കോഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ കൺട്രി കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ഇതേ രീതിയിൽ നമ്പറുകൾ എന്താവും ഇവിടെ ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇൻവാലിഡ് ആയിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് 2 നമ്പറുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. then അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്പർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വാലിഡ് ആണ്, ഒന്ന് ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിലവിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഇല്ല. ഓക്കെ, ഇതിൽ വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഉള്ളതും ഇല്ലാത്തതും ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റീഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടിക്ക് ഇടുക, then അതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. ആ നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരേ സമയത്ത് കുറേ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വന്ന് നമുക്ക് എത്ര നമ്പറിൻ്റെ നമ്പർ ടിക്ക് ഇടുക, അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ നമുക്ക് ഇതേ രീതിയിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് അടിക്കുക, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകൾ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഇനി ഇപ്പോൾ നമ്മൾ കുറേ നമ്പർ വിടുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ടേക്കാരം ചിലപ്പോൾ ആകെ 2 നമ്പർ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്കൊന്ന് വാലിഡ് ഒന്ന് ഇൻവാലിഡും കാണിച്ചു തന്നത്. നേരെ മറിച്ച് ഇപ്പോൾ കുറേ കോൺടാക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുറേ സ്ഥലത്ത് അവിടെ ഇൻവാലിഡ് ഇവിടെ വാലിഡ് അങ്ങനെ കുറേ നമ്പറുകളുണ്ടാവും. അങ്ങനെ ഇവിടെ വന്നാൽ ഇവിടെ ഇൻവാലിഡിൻ്റെ ഈ കോളത്തിൻ്റെ ഇവിടെ നമുക്ക് എത്രയാണ് ഇൻവാലിഡ് എന്നുള്ള എണ്ണം കാണിച്ചു തരും. ഈ ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻവാലിഡ് ആയിട്ടുള്ള എല്ലാ നമ്പറുകളും നമുക്കവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഗ്രൂപ്പ് തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കാണുന്ന ബ്ലാക്ക് വിത്ത് റെഡിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് കോൺടാക്റ്റ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര കോൺടാക്റ്റാണ് ഒരു ഗ്രൂപ്പിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ഇതിൻ്റെ ഏറ്റവും പ്രീമിയം വേർഷനിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. സ്റ്റാൻഡേർഡ് മോഡലൊക്കെ ഗ്രൂപ്പുകൾക്ക് ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വെബ് ബേസ്ഡിൻ്റെ അടുത്ത ഒരു വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.